വിസ നിയമത്തിൽ മാറ്റവുമായി UAE 6 മാസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്ത് തങ്ങിയ റെസിഡന്റ് വിസക്കാർക്ക് റീ എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കാം. UAE റെസിഡന്റ് വിസയുള്ളവർ 6 മാസത്തിനിടയിൽ രാജ്യത്ത് പ്രവേശിക്കണമെന്നാണ് നിയമം. അല്ലാത്തപക്ഷം വിസ റദ്ദാകും. ഇങ്ങനെ വിസ റദ്ദാകുന്നവർക്ക് ആശ്വാസമാണ് പുതിയ നിർദ്ദേശം. 6 മാസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്ത് തങ്ങിയ റെസിഡന്റ് വിസക്കാർക്ക് റീ എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കാം. എന്തുകൊണ്ടാണ് രാജ്യത്തിന് പുറത്ത് കഴിഞ്ഞതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്നതാണ് വ്യവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിച്ചതായി ട്രാവൽ ആൻഡ് ടൈപ്പിംഗ് സെന്റർ ഏജന്റുമാർ സ്ഥിരീകരിച്ചു. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സ്മാർട്ട് സേവനങ്ങൾ എന്ന ടാബിൽ 6 മാസത്തിൽ കൂടുതൽ UAEക്ക് പുറത്ത് താമസിക്കുന്നതിനുള്ള പെർമിറ്റ് ഇഷ്യൂ ചെയ്യുക എന്നതിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 150 ദിർഹമാണ് സേവനത്തിന് ഈടാക്കുന്നത്. IPCയിൽ നിന്ന് അപേക്ഷ അംഗീകരിച്ചതായി ഇമെയിൽ ലഭിച്ചതിനു ശേഷം മാത്രമേ അപേക്ഷകന് UAEയിൽ വീണ്ടും പ്രവേശിക്കാൻ കഴിയൂ. സേവനം പ്രയോജനപ്പെടുത്താൻ അപേക്ഷകർ അവരുടെയും സ്പോൺസറിന്റെയും വിശദാംശങ്ങളും പാസ്പോർട്ടും താമസ വിവരങ്ങളും നൽകണം. നിലവിൽ 180 ദിവസം UAEക്ക് പുറത്ത് താമസിച്ചാൽ താമസ വിസ റദ്ദാകുന്നതായിരുന്നു പതിവ്. ഗോൾഡൻ വിസയുള്ളവർക്ക് മാത്രമാണ് ഇതിൽ ഇളവുണ്ടായിരുന്നത്. ന്യൂസ് 18 UAE. ലോകകപ്പ് ആരാധകർക്കും സംഘാടകർക്കുമായി ഖത്തർ ഏർപ്പെടുത്തിയിരുന്ന ഹയ്യ കാർഡിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി. ഹയ്യ കാർഡ് ഉടമകൾക്ക് 2024 ജനുവരി 24 വരെ ഖത്തറിൽ പ്രവേശിക്കാം. ലോകകപ്പ് ആരാധകർക്ക് ഖത്തറിൽ പ്രവേശിക്കാനുള്ള വിസയായിരുന്നു ഹയ്യ കാർഡ്. ഹയ്യ കാർഡ് ഉടമകൾക്ക് 1 വർഷം മൾട്ടിപ്പിൾ എൻട്രി അനുവദിക്കുകയാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. മന്ത്രാലയം പ്രഖ്യാപിച്ച വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും അനുസരിച്ചായിരിക്കും പ്രവേശനം. കാർഡ് ഉടമകൾ സ്ഥിരീകരിച്ച ഹോട്ടൽ റിസർവേഷനോ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കൊപ്പമോ ഉള്ള താമസ സൗകര്യത്തിന്റെ തെളിവുകളോ ഹയ്യ പോർട്ടലിൽ നൽകണം. ഖത്തറിലെത്തുമ്പോൾ പാസ്പോർട്ടിൽ 3 മാസത്തിൽ കുറയാത്ത സാധുത ഉണ്ടായിരിക്കണം. സന്ദർശകർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കണം. യാത്രയ്ക്ക് മുമ്പ് ഇത് ഉറപ്പുവരുത്തുകയും വേണം. കൂടാതെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വിമാന ടിക്കറ്റും വേണം. ഹയ്യ വിത്ത് മീ ഹയ്യ കാർഡ് ഉടമകൾക്ക് 3 കുടുംബങ്ങളെയോ സുഹൃത്തുക്കളെയോ വരെ ഖത്തറിലേക്ക് കൊണ്ടുവരാൻ കഴിയും. 2024 ജനുവരി 24 വരെയുള്ള കാലയളവിൽ നിരവധി തവണ രാജ്യം സന്ദർശിക്കാനുള്ള മൾട്ടിപ്പിൾ എൻട്രി പെർമിറ്റാണ് അനുവദിക്കുക. വിമാനത്താവളത്തിലോ മറ്റു പ്രവേശന മാർഗങ്ങളിലോ സന്ദർശകർക്ക് ഈ ഗേറ്റ് വഴി പുറത്തു കടക്കാനാകും. പ്രത്യേക നിരക്ക് ഈടാക്കുന്നില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. 2022 ഫിഫ ലോകകപ്പിനായി ഉപയോഗിച്ച എല്ലാത്തരം ഹയ്യ കാർഡ് ഉടമകൾക്കും ആനുകൂല്യങ്ങളും വ്യവസ്ഥകളും പാലിച്ച് ഖത്തർ സന്ദർശിക്കാം. ന്യൂസ് 18 ഖത്തർ. മക്ക ഹിറ കൾച്ചറൽ ഡിസ്ട്രിക്ട് പദ്ധതി ലോക മുസ്ലിങ്ങൾക്ക് സമർപ്പിച്ചു. സൽമാൻ രാജാവിന്റെ ഉപദേഷ്ടാവും മക്ക ഗവർണറുമായ ഖാലിദ് അൽ ഫൈസൽ രാജകുമാരൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന നേതാക്കളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. തീർത്ഥാടകരുടെയും മക്ക നിവാസികളുടെയും മതപരവും സാംസ്കാരികവുമായ അനുഭവം സമ്പന്നമാക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് മക്ക ഹിറ കൾച്ചറൽ ഡിസ്ട്രിക്ട് പദ്ധതി. മക്ക റോയൽ കമ്മീഷന്റെ മേൽനോട്ടത്തിൽ സമായ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് ഹിറാമലയുടെ അടിവാരത്തിൽ ഇത് നടപ്പാക്കിയിരിക്കുന്നത്. വിനോദസഞ്ചാര സാംസ്കാരിക രംഗത്തെ നാഴികക്കല്ലാണ് ഹിറ കൾച്ചറൽ ഡിസ്ട്രിക്ട് പദ്ധതി. പ്രവാചകന് ദിവ്യ വെളിപാട് ആരംഭിച്ച സ്ഥലവും മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടുകയും ചെയ്ത ഹിറ പർവ്വതവുമായും ഹിറ ഗുഹയുമായും പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ഥലത്തിന്റെ സ്വഭാവത്തിനും സന്ദർശകരുടെ ആഗ്രഹങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്ത ഒരു കൂട്ടം ഘടകങ്ങൾ ഹിറ കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൽ അടങ്ങിയിരിക്കുന്നു. ദിവ്യബോധന എക്സിബിഷനാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത്യാധുനിക ഓഡിയോ വീഡിയോ സാങ്കേതിക വിദ്യകൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. സ്വാഭാവിക അളവുകളിൽ നിർമ്മിച്ച ഹിറ ഗുഹയുടെ മാതൃകയും ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നു. മലകയറി ഹിറ ഗുഹയിലെത്താൻ ദിശാസൂചനകളും സുരക്ഷാ സംവിധാനങ്ങളും സജ്ജീകരിച്ച റോഡ് നിർമ്മിക്കാനുള്ള ജോലികൾ തുടരുകയാണ്. പദ്ധതിയിൽ ഖുർആൻ മ്യൂസിയവും സജ്ജീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ മുസ്ഹഫിന്റെ അപൂർവ കയ്യെഴുത്ത് പ്രതികൾ അടങ്ങിയ മ്യൂസിയവും ശ്രദ്ധേയമാണ്. എല്ലാ പ്രായത്തിൽപ്പെട്ടവരെയും ആകർഷിക്കുന്ന കേന്ദ്രം എന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഒരേ സമയം വിജ്ഞാനവും വിനോദവും ആസ്വദിക്കാൻ കുട്ടികൾക്ക് അവസരമൊരുക്കുന്ന ഹാളും ഇവിടെയുണ്ട്. വൈവിധ്യമാർന്ന കഫേകൾ, റെസ്റ്റോറന്റുകൾ, മറ്റു സേവന വാണിജ്യ സൗകര്യങ്ങൾ എന്നിവയും സന്ദർശകർക്ക് നവ്യാനുഭവം നൽകുന്നു. ന്യൂസ് 18 UAE. യുവ കലാസാഹിതി അബുദാബി സംഘടിപ്പിക്കുന്ന മെഗാ ഇവന്റ് ഷോ യുവ കലാസന്ധ്യ 2023 ലോഗോ പ്രകാശനം ചെയ്തു. മാർച്ച് 18-ന്
അബുദാബി കേരള സോഷ്യൽ സെന്റർ അങ്കണത്തിലാണ് പരിപാടി. എ റഹീം MP ആണ് ലോഗോ പ്രകാശനം ചെയ്തത്. അബുദാബി യുവ കലാസാഹിത്യ പ്രസിഡന്റ് സിദ്ദിഖ് മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. യുവകലാ സന്ധ്യ 2023 പിന്നണി ഗായിക രഞ്ജിനി ജോസിന്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയും ഉണ്ടാകും. പാക് നഗരമായ പെഷവാറിലെ ഭീകരാക്രമണത്തിൽ മരണസംഖ്യ 47 ഉയർന്നു. പരിക്കേറ്റ 157 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പെഷവാറിലെ മുസ്ലിം പള്ളിയിലാണ് വൻ സ്ഫോടനം ഉണ്ടായത്. പ്രാർത്ഥനകൾ തുടരുന്നതിനിടെയായിരുന്നു ചാവേർ സ്ഫോടനം ഉണ്ടായത്. പള്ളിക്കുള്ളിൽ മുൻനിരയിലാണ് അക്രമി ഉണ്ടായിരുന്നത് എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്തു വന്നു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്ന് 75 ആണ്ട്. നൂറ്റാണ്ടുകൾ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് രാഷ്ട്രീയ ഭൂപടം നിർമ്മിച്ചു നൽകിയ രാഷ്ട്രപിതാവിന്റെ ജ്വലിക്കുന്ന സ്മരണയിലാണ്. പോർബന്തറിൽ ജനിച്ചു. ദക്ഷിണാഫ്രിക്കയായിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ പാഠശാല. കറുത്തവന്റെ അതിജീവന പോരാട്ടം ഗാന്ധിയെ നിർമ്മിച്ചു. സത്യഗ്രഹത്തെ അദ്ദേഹം പോരാട്ടത്തിന്റെ ഉപകരണമാക്കി. 1917 ചമ്പാരൻ സമരത്തിലാണ് ഇന്ത്യയിലെ സമരത്തുടക്കം. 18 ആദ്യ നിരാഹാര സമരം. 1930 ദണ്ഡി യാത്ര ഗാന്ധിയൻ സമരത്തെ ഇതിഹാസമാക്കി. ദണ്ഡിയിലെ നിയമലംഘനത്തിന്റെ ഉപ്പ് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കൈപ്പായി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് നമ്മോട് പറഞ്ഞു. പലവട്ടം തടവറയിൽ കിടന്നു. 47 ആ സ്വാതന്ത്ര്യ രാത്രിയിൽ ആഘോഷങ്ങളില്ലാതെ വിഭജനത്തിന്റെ സങ്കടങ്ങളിൽ മുറിവേറ്റിരുന്നു. 1948 ഹിന്ദുത്വ തീവ്രവാദിയാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ജീവിതത്തെ സത്യാന്വേഷണ പരീക്ഷയാക്കി ഗാന്ധി. അപരനോടുള്ള കാരുണ്യത്തെ ജീവിതത്തിന്റെ ഇന്ധനമാക്കിയ മഹാത്മാവ് വെടിയുണ്ടകളാൽ പൊലിഞ്ഞതിന്റെ മുറിവ് നമ്മിൽ ഇന്നും നീറ്റിലുണ്ടാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മഹാത്മാഗാന്ധിയുടെ 75ാമത് രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടന്നു. ISCD പ്രസിഡന്റ് നടരാജൻ, ജനറൽ സെക്രട്ടറി P. സത്യബാബു, ഗാന്ധി സാഹിത്യവേദി പ്രസിഡന്റ് VTV ദാമോദരൻ, വനിതാ കൺവീനർ വീണ രാധാകൃഷ്ണൻ, ഭദ്രൻ മാധവൻ, ഇൻകാസ് അബുദാബി പ്രസിഡന്റ് B. യേശുശീലൻ, അനോര പ്രസിഡന്റ് ബഷീർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗാന്ധി രക്തസാക്ഷിത്വത്തിന്റെ 75ാം വാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ രാജ്ഘട്ടിൽ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് സർവമത പ്രാർത്ഥന നടന്നു. ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ വികാരാധീനനായി രാഹുൽ ഗാന്ധി. നിർഭയനാകാൻ തന്നെ കുടുംബവും ഗാന്ധിജിയും പഠിപ്പിച്ചു എന്ന് രാഹുൽ പറഞ്ഞു. കനത്ത മഞ്ഞുവീഴ്ചയിലും തികഞ്ഞ ആവേശത്തോടെയായിരുന്നു യാത്രയുടെ സമാപന സമ്മേളനം. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മരണവിവരം ഫോണിലൂടെ അറിഞ്ഞ സാഹചര്യം പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ വികാരാധീനനായത്. അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന മോദിക്കും അമിത്ഷായ്ക്കും ഉറ്റവരുടെ മരണവിവരം ഫോണിലൂടെ അറിയുന്നതിന്റെ വേദന മനസ്സിലാവില്ല. പട്ടാളക്കാർക്കും കശ്മീരിലെ ജനങ്ങൾക്കും അത് മനസ്സിലാകുമെന്ന് രാഹുൽ. प्रधानमंत्री को नहीं समझ आएगी, ये बात अमित शाह जी को नहीं समझ आएगी, ये बात डोवल जी को भी नहीं समझ आएगी, मगर ये बात
कश्मीर के लोगों को समझ आएगी। തണുപ്പിൽ സ്വെറ്ററില്ലാത്ത 4 കുട്ടികളെ യാത്രക്കിടയിൽ കണ്ടു. അവർ ജാക്കറ്റ് ധരിക്കുന്നില്ലെങ്കിൽ ഞാനും ധരിക്കരുത്. യാത്രക്കിടയിൽ താൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുവെന്നും രാഹുൽ. और यहाँ पे जिस चीज को आप कश्मीरियत कहते हो, ये जो शिव जी की सोच है एक तरफ, और थोड़ी सी गहराई में जाएंगे तो उसको शून्यता कहा जा सकता है। अपने आप पर, अपने अहंकार पर, अपने विचारों पर आक्रमण करना। കനത്ത മഞ്ഞ് അവഗണിച്ച് രാഹുലിനെ ശ്രവിക്കാൻ നിരവധി പേർ സമാപന സമ്മേളനത്തിന് എത്തിയിരുന്നു. പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും ചടങ്ങിൽ പങ്കെടുത്തു. CPI ഉൾപ്പെടെ 11 പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികളും എത്തി. 136 ദിവസങ്ങൾ കൊണ്ട് 4000 കിലോമീറ്ററിലധികം താണ്ടിയാണ് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര ശ്രീനഗറിൽ സമാപിച്ചത്. 12 വൻകിട സമ്മേളനങ്ങൾ ഉൾപ്പെടെ 100-ലധികം പൊതുയോഗങ്ങളിൽ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി യാത്രയെ അവസാനിപ്പിക്കുമ്പോൾ പരിപാടിയെ രാഷ്ട്രീയ വിജയമായാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPക്കെതിരെ കരുത്തുറ്റ സഖ്യത്തിനിത് വഴിവെക്കുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വെല്ലുവിളി നേരിടുന്ന കാലത്താണ് കോൺഗ്രസിന് പൊതുജീവൻ നൽകിയുള്ള രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ യാത്ര. പ്രതിപക്ഷ ശക്തി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ രാഹുൽ നടന്ന് പടർന്ന് വഴികൾ ഈ കാലത്തെ ഉജ്ജ്വല രാഷ്ട്രീയ മുഹൂർത്തങ്ങളായി. രാജ്യം വീണ്ടും ഒരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ രാഹുലിൻ്റെ ജോഡോ യാത്ര നൽകിയ ഊർജം കോൺഗ്രസിൽ എത്ര നാൾ ആവേശം നിറയ്ക്കും എന്നാണ് രാഷ്ട്രീയ ലോകം കാത്തിരിക്കുന്നത്. അസ്തമനത്തിന്റെ സകല ലക്ഷണങ്ങളും കാണിക്കുന്നെന്ന രാഷ്ട്രീയ വിമർശനങ്ങൾക്കുള്ള മറുപടിയായിരുന്നു സെപ്റ്റംബർ 7 പ്രഭാതം കന്യാകുമാരിയിലെ സൂര്യോദയം. വെറുപ്പ് തോൽക്കും, സ്നേഹം എപ്പോഴും ജയിക്കും, പുതിയ പ്രഭാതമുണ്ടാകും. തെക്കേ അറ്റത്തു നിന്ന് തുടങ്ങിയ ഭാരത് ജോഡോ യാത്രയിലുടനീളം ഉയർത്തിയ വാചകങ്ങൾ കുറിക്കുകൊള്ളുന്ന സന്ദേശമായി. BJPയുടെ പരിഹാസങ്ങളും വിമർശനങ്ങളും തുടരുമ്പോഴും നടന്നുപോയ വഴികളിലൊക്കെ സ്നേഹത്തിന്റെ പൂക്കളുടെ നിറങ്ങൾ. സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നാട്ടിൽ അവരിലൊരാളായാണ് രാഹുൽ അവിടങ്ങളിലേക്ക് കടന്നെത്തിയത്. ഇക്കാലത്ത് കോൺഗ്രസിലെ പലവിധ പിരിമുറുക്കങ്ങൾ, പാർട്ടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പും തോൽവിയും, 12 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 4080 കിലോമീറ്റർ ദൂരം, 135 ദിവസത്തെ യാത്ര രാഹുലിന് പരീക്ഷണങ്ങളുടെ കാലം. യാത്രയിലുടനീളം രാഹുൽ ഉയർത്തിയത് പാർലമെന്ററി മോഹങ്ങളുടെ പതിവ് കെട്ടുകാഴ്ചകളായിരുന്നില്ല. വിഭജനത്തിന്റെയും തീവ്രവാദ ചിന്തകളുടെയും വക്താക്കളെ തള്ളിപ്പറഞ്ഞു. ഒരൊറ്റ ഇന്ത്യ എന്ന സന്ദേശം. കശ്മീരിലെ ലാൽ ചൌക്കിൽ ത്രിവർണ പതാക ഉയർത്തി രാഹുൽ അടിവരയിട്ടു. ഇനി ഉയരുക ഈ ഊർജം എത്ര നാളെന്ന ചോദ്യമാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ആവേശം നിറച്ച ഉജ്ജ്വലമായ രാഷ്ട്രീയ ഏടിന്റെ പ്രതിഫലനം രാജ്യത്തിന്റെ രാഷ്ട്രീയ ഗതി മാറ്റുമോ? ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേള. ലക്ഷദ്വീപ് ഉപതെരഞ്ഞെടുപ്പ് മരവിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. മുഹമ്മദ് ഫൈസലിന് അനുകൂലമായ ഹൈക്കോടതി വിധിയെ തുടർന്നാണ് തീരുമാനം. അടുത്ത മാസം 27-നാണ് തെരഞ്ഞെടുപ്പ് നടത്താനിരുന്നത്. വധശ്രമ കേസിൽ ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് ഫൈസലിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയിരുന്നു. ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന മാധ്യമപ്രവർത്തകരും നിരീക്ഷണത്തിൽ. ഹൈദരാബാദിൽ നിന്നുള്ള NIA സംഘം കേരളത്തിലെത്തി.
നിരീക്ഷണത്തിലുള്ള ചിലരെ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തതായാണ് വിവരം. വടക്കൻ ജില്ലകളിൽ നിന്ന് ISIS ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയവരുമായി മലയാളി മാധ്യമപ്രവർത്തകർക്ക് ബന്ധമുണ്ടെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. സിറിയയിലേക്ക് കടന്ന മലയാളി ഭീകരവാദികളുമായി മാധ്യമപ്രവർത്തകർ അടുത്ത സമ്പർക്കം പുലർത്തിയതിന്റെ തെളിവുകൾ മാസങ്ങൾക്ക് മുമ്പ് NIA സംഘത്തിന് ലഭിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഹൈദരാബാദിൽ നിന്നുള്ള 2 NIA ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഭാഗമായി കൊച്ചിയിലെത്തിയത്. നിരീക്ഷണത്തിലായിരുന്ന ഏതാനും മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്തതായാണ് സൂചന. ഇവരുടെ പക്കൽ നിന്ന് ഭീകര സംഘടനകളുമായി ബന്ധം വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തി. നിരീക്ഷണത്തിലുള്ളവരെ വിശദമായ ചോദ്യം ചെയ്യലായി കൊച്ചിയിലെ NIA ആസ്ഥാനത്തേക്ക് വീണ്ടും വിളിച്ചു വരുത്തിയേക്കും. കണ്ടെത്തിയ തെളിവുകൾ ഉൾപ്പെടുത്തി ചോദ്യാവലി തയ്യാറാക്കിയ ശേഷമാകും തുടർന്നുള്ള ചോദ്യം ചെയ്യൽ. തുടർന്നാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയെന്നാണ് NIA കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ CPI നേതാവ് E. ചന്ദ്രശേഖരനെ RSSകാർ ആക്രമിച്ച കേസിൽ കൂറുമാറിയ CPIM പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടായേക്കും. വിഷയം പാർട്ടി പരിശോധിക്കുമെന്ന് CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ പറഞ്ഞു. കൂറുമാറ്റത്തിൽ CPIMനെതിരെ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു രംഗത്ത് വന്നതിന് പിന്നാലെയാണ് CPIM നേതൃത്വത്തിന്റെ വിശദീകരണം. 2016 തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെയായിരുന്നു E. ചന്ദ്രശേഖരനെതിരെയുള്ള ആക്രമണം. പിന്നീട് പിണറായി മന്ത്രിസഭാംഗമായ ചന്ദ്രശേഖരൻ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയത് ഒടിഞ്ഞ ബാൻഡേജിട്ട കൈയുമായി. MLA ആക്രമിച്ചത് RSS അസഹിഷ്ണുതയുടെ തെളിവെന്ന് ദീർഘകാലം CPM നേതൃത്വം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും 12 BJP RSS പ്രവർത്തകരെ പ്രതി ചേർത്ത് കുറ്റപത്രവും സമർപ്പിച്ചു. ആ കേസിലാണ് CPIയെ ഞെട്ടിച്ച് ചന്ദ്രശേഖരനൊപ്പം ജീപ്പിലുണ്ടായിരുന്ന CPM ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ കൂറുമാറിയത്. പ്രതികളെ കോടതി വെറുതെ വിട്ടു. ചന്ദ്രശേഖരന് വേണ്ടി സത്യസന്ധമായി മൊഴി കൊടുക്കുന്നതിന് പകരം RSS BJP പ്രവർത്തകരെ എങ്ങനെയും രക്ഷിക്കണമെന്ന CPM പ്രാദേശിക ജില്ലാ നേതൃത്വങ്ങളുടെ നിലപാട് തികച്ചും അപലപനീയമാണെന്ന് പ്രകാശ് ബാബു ഫേസ്ബുക്കിൽ കുറിച്ചു. CPM സംസ്ഥാന നേതൃത്വം ഗൗരവമായി ഈ പ്രശ്നം കാണുമെന്ന് കരുതുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഇതോടെയാണ് പ്രതികരിക്കാൻ CPM നേതൃത്വം തയ്യാറായത്. ഞാൻ നിങ്ങളോട് ഫ്രീ ആൻഡ് ഫ്രാങ്കായി പറഞ്ഞല്ലോ, കാരണം ഞങ്ങൾ സഹായിക്കുന്ന ഒരു നിലപാടില്ല. പാർട്ടിയിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ അത് ഞങ്ങൾ പരിശോധിക്കാം. CPM സംസ്ഥാന നേതൃത്വത്തെ CPI നേതൃത്വം അതൃപ്തി അറിയിച്ചതായും സൂചനയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.